പെസഹ കാലം 6-ാം ഞായർ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 14, വാക്യങ്ങൾ 15 മുതൽ 21 വരെ. പരിശുദ്ധാത്മാവ്. സഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത്. പരിശുദ്ധാത്മാവിന് എന്തിനാണ് കർത്താവ് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്? അവരോട് കൂടെ ആയിരിക്കുവാനും അവരോടൊത്ത് വസിക്കുവാനും വേണ്ടിയാണ് അവർക്ക് ആത്മാവിനെ നൽകുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങനെ അവരോട് കൂടെ വസിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? എന്തിനാണ് ആത്മാവ് അവരോട് കൂടെ ആയിരിക്കുന്നത്? കർത്താവ് പറയുന്ന വചനങ്ങളിൽ നിന്നും അത് വളരെ വ്യക്തമാണ്. അല്പസമയം കൂടി കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഇത് കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തെ പറ്റിയുള്ള സൂചന നൽകുന്ന വചനങ്ങളാണ്. ഇത്രയും നാളും താൻ അവരോട് കൂടെ ഉണ്ടായിരുന്നെങ്കിലും അല്പസമയം കഴിയുമ്പോൾ അവരോടുകൂടെ അതേ രൂപത്തിലും ഭാവത്തിലും ഉണ്ടായിരിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ തൻ്റെ സാന്നിധ്യം ഇത്രയും നാളും ഉണ്ടായിരുന്നതുപോലെ ഇനിയും ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും കർത്താവ് ശിഷ്യന്മാരെ അനാഥരായി വിടുവാൻ മനസ്സ് കാണിക്കുന്നില്ല. മറിച്ച് ശിഷ്യന്മാർക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നു. ആ പരിശുദ്ധാത്മാവ് അവരോടുകൂടെ ആയിരുന്നുകൊണ്ടും അവരോടൊത്ത് വസിച്ചുകൊണ്ടും അവരെ സഹായിക്കും എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. എങ്ങനെയുള്ളവർക്കാണ് ഈ ആത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നതെന്നും സുവിശേഷം വ്യക്തമാക്കുന്നുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവർക്കുമാണ് സഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നത്. തൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് വഴി തന്നെ സ്നേഹിക്കുന്ന ശിഷ്യന്മാർക്ക് മാത്രമായിരിക്കും സഹായകനായ ആത്മാവിനെ ലഭിക്കുന്നത്. അങ്ങനെയുള്ള അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി വചനം പ്രഘോഷിക്കുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും സാധിക്കുകയും ചെയ്യും. 1-ാം വായനയിലെ പീലിപ്പോസിൻ്റെ പ്രഘോഷണവും അത് കേട്ട് മാനസാന്തരപ്പെടുന്ന സമരിയാക്കാർ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതും പിന്നീട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതും ഇതിന് തെളിവാണ്. സഹായകനായ പരിശുദ്ധാത്മാവാണ് അപ്പോസ്തലന്മാർക്ക് ഉദ്ധിതനായ ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കുവാൻ ധൈര്യം പകർന്നതും ശക്തി നൽകിയതും. സുവിശേഷം നമ്മോട് കൽപ്പിക്കുന്നത് പോലെ ആത്മാർത്ഥമായി നമ്മുടെ രക്ഷകനും നാഥനുമായ ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും അവൻ്റെ കൽപ്പനകൾ പാലിക്കുവാനും അതുവഴി പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടാനും ആ ആത്മാവിനാൽ ജീവിതത്തിലെ പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടുവാനും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ആമേൻ.